ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 22:1. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പായി യേശു ഉറക്ക നിലവിളിക്കുന്നു, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. ആയതിനാൽ 22-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള പ്രവചനവാക്യമായി കണക്കാക്കാം. കഷ്ടതയിൽ ദാവീദ് സഹായത്തിനായി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ മറുപടി ലഭിക്കാത്തതിനാൽ ദൈവത്താൽ താൻ ഉപേക്ഷിക്കപ്പെട്ടതായി തനിക്ക് തോന്നുന്നു. എങ്കിലും കർത്താവിലുള്ള തൻ്റെ ആശ്രയത്തെ വ്യക്തമാക്കുന്ന വാക്കുകളാണ് എൻ്റെ ദൈവമേ എന്നുള്ള നിലവിളി. ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ യേശുക്രിസ്തുവും തൻ്റെ പിതാവിൽ പൂർണ്ണമായും വിശ്വസിച്ചു. പിതാവിൻ്റെ ഉദ്ദേശം നിറവേറ്റേണ്ടതിനായി മാനവരാശിയുടെ പാപങ്ങൾ യേശു സ്വയം ഏറ്റെടുത്തത് മുഖാന്തരം അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലായി യേശു തിരിച്ചറിയുന്നു. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് തീവ്രമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന നമ്മളിൽ പലരും ഇത്തരത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികം തന്നെ. നിരാശയുടെ അനുഭവത്തിലും ദൈവത്തോടുള്ള ബന്ധത്തെ ദാവീദ് പ്രാർത്ഥനയിൽ പ്രതിഫലിപ്പിക്കുന്നു. പ്രയാസകരമായ സാഹചര്യങ്ങളിൽ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവായ ദാവീദ് പ്രക്ഷുബ്ധമായ ജീവിതം നയിക്കേണ്ടി വന്നെങ്കിലും സമാധാനപരമായ അന്ത്യം തനിക്ക് ലഭിച്ചു. തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കുവാൻ തനിക്ക് കഴിഞ്ഞു. യേശുക്രിസ്തുവും പരസ്യമായി കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യേണ്ടി വന്നത് മനുഷ്യപാപത്തിനുള്ള ശിക്ഷ അനുഭവിക്കുവാനും ദൈവവുമായി മനുഷ്യരെ അനുരഞ്ജിപ്പിക്കുവാനുമായിരുന്നു. പഴയ നിയമ പ്രവചനങ്ങൾ നിറവേറ്റിയ നമ്മുടെ കർത്താവ് അത് പൂർത്തീകരിക്കുവാൻ അനവധി കഷ്ടതകൾ കൂടി കടന്നു പോകേണ്ടി വന്നു. പ്രിയ ദൈവവേദലേ, പലപ്പോഴും ദൈവം അകന്നു നിൽക്കുന്നുവെന്ന് താങ്കൾക്ക് തോന്നാറുണ്ടോ? ദൈവം കൈവിട്ടതായി തോന്നാറുണ്ടോ? എത്ര നിലവിളിച്ചിട്ടും ഉത്തരം ലഭിക്കാത്ത അവസ്ഥയിലൂടെ താങ്കൾ കടന്നു പോകുന്നുണ്ടോ? ഭാരപ്പെടേണ്ട, കരുതുന്നവൻ കൂടെയുണ്ട്. തക്ക സമയത്ത് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ മഹത്തായ വേലയിൽ കഷ്ടത ഒഴിച്ചുകൂടുവാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കി ധൈര്യമായി മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.